ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മുട്ട 4 പുഴുങ്ങി വച്ചിരിക്കുന്നു, ഉണക്കമുളക് ഒരു 8, കുരുമുളക് ഒരു ചെറിയ സ്പൂൺ, വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി 5 അല്ലി, ഇഞ്ചി 1 കഷ്ണം, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ചുവന്നുള്ളി 5 അല്ലി, കറിവേപ്പില, മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, ഒരു തക്കാളി, വെളുത്തുള്ളി അല്ലി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും വറുക്കാൻ വേണ്ടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത്. ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെയും വറുത്തെടുക്കണം. തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകുമാണ് എടുക്കുന്നത്. അതുകൊണ്ട് മുളക്, മല്ലി എല്ലാം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഓരോന്നായിട്ട് എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. നിങ്ങൾ പൊടികളാണ് ഇടുന്നതെങ്കിൽ ബ്രൗൺ കളർ ആയി വന്ന ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ മുളകും മല്ലിയുമാണ് ഇട്ടിരിക്കുന്നത്. നല്ല കടുത്ത ബ്രൗൺ ആകുന്നത് വരെ വറുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും എല്ലാം നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. മസാല അരച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കടുകൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ. കറിവേപ്പില ചൂടാക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം.
ഉള്ളി നല്ല ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം. നല്ലവണ്ണം ഇളക്കി. നല്ല മണമാണ് വരുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. രണ്ട് ദിവസം ഇരുന്നാലും കേടാവുകയൊന്നുമില്ല. നല്ല രുചിയുള്ള മുട്ടക്കറിയാണിത്. നിങ്ങൾക്കിങ്ങനെ വഴറ്റുമ്പോൾ സവാള വേണമെങ്കിലും സ്ലൈറ്റ് ചെയ്ത് വറുത്തെടുക്കാവുന്നതാണ്. ചുവന്നുള്ളിയാണ് അതിനേക്കാളും രുചി. തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ. ഇനി അത് നല്ല മൂത്ത് സവാള ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് ഒന്നുകൂടി നല്ലവണ്ണം മൂപ്പിച്ച് കൊടുക്കാം. ഈ സമയത്താണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇതുവരെ ഞാൻ ഉപ്പൊന്നും ഒന്നിലും ചേർത്തിട്ടില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് തീ കുറച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും 1 പച്ചമുളകും ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല വെന്തുടഞ്ഞ് വരുന്നത് വരെയും വേവി. ഇനി അടുപ്പ് തുറന്നതിന് ശേഷം മൂടി തുറന്നതിന് ശേഷം ഗ്രേവിക്ക് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും എല്ലാം എരിവും എല്ലാം നോക്കിയതിന് ശേഷം മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിട്ട ഉപ്പ് കറക്റ്റാണ്. നിങ്ങൾക്ക് ഉപ്പോ എരിവോ എല്ലാം വ്യത്യാസം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം തിളപ്പിക്കാം. നല്ല രുചിയുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മല്ലിയിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നല്ല തിളക്കുന്നുണ്ട്. നിങ്ങൾ വരഞ്ഞു വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. വരയണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ വരഞ്ഞതുകൊണ്ട് വരയണമെന്ന് പറഞ്ഞു. നല്ല രുചിയും ടേസ്റ്റുമുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പ് ഓഫാക്കാം. തീ കുറച്ച് വെച്ചു. കറി നല്ല തിളക്കുന്നുണ്ട്. ഇതിനി അടുപ്പ് ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഈ കറി ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും ആദ്യമായിട്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുന്ന എല്ലാവർക്കും ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.